എപ്പോഴും മിസ്റ്റേക്ക് വരും എന്ന് ഭയപ്പെട്ട് നമ്മൾ ചെയ്യാതിരിക്കരുത്. മിസ്റ്റേക്കുകൾ വരും, പക്ഷേ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് അങ്ങനെ വരുള്ളൂ. പുതുതായിട്ട് വരുന്നവരെ സംബന്ധിച്ച് ആദ്യമായിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. ഡോണ്ട് വറി, അത് നമുക്ക് കറക്റ്റ് ചെയ്ത് എന്തായാലും എന്ത് മിസ്റ്റേക്ക് ചെയ്താലും ഇവിടെ പൈസ പോകുകയല്ല. അതാണ് ഏറ്റവും വലിയ നമുക്ക് സമാധാനമുള്ളത്. ഇത്രയും കാലത്തിനോടൊക്കെ ഒരാൾക്ക് പോലും പൈസ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. എന്തെങ്കിലും അബദ്ധവശാൽ നമ്മുടെ ബൈക്കിലോ സെല്ലിങ്ങിലോ എന്തെങ്കിലും പറ്റിയാൽ കൂടിയ വിലയ്ക്ക് വാങ്ങിയിട്ട് കുറച്ച് വിലയ്ക്കിട്ട് വിൽക്കാതിരുന്നാൽ മതി. അത് മാത്രമേ നമുക്കൊരു മിസ്റ്റേക്ക് വരാനുള്ളൊരു സാധ്യതയുള്ളൂ. കൂടിയ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം മാർക്കറ്റ് ഇറങ്ങിയതിന് ശേഷം വിറ്റിച്ച് പോകുന്ന പരിപാടി മാത്രം ചെയ്യാതിരുന്നാൽ മതി. അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കും പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു ലോസും വരികയില്ല. നമ്മൾ മിസ്റ്റേക്ക് വരുമോ എന്ന് പേടിച്ച് ഭയപ്പെട്ട്, കാരണം നമ്മളിതിനകത്ത് എൻ്റർപ്രണർഷിപ്പാണല്ലോ നമ്മൾ ചെയ്യുന്നത്. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയാണ്. റിസ്ക് എടുക്കുക എന്നുള്ളതാണ് ഒരു എൻ്റർപ്രണർ ആകുക എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം. അത് പല ആൾക്കാരും ഒരുപക്ഷെ നമ്മൾ പഠിച്ച് ശീലിച്ചിരിക്കുന്നതൊക്കെ നമ്മളൊരു നഷ്ടപ്പെടുകയോ നഷ്ടസാധ്യത ഓർത്ത് പേടിച്ച് ചെയ്യാതിരിക്കുക, ആ ഒരു സാധനം മാറ്റിക്കളഞ്ഞേക്കുക. കാരണം ഏത് ബിസിനസ്സിലും ഇതിനേക്കാളും കുറഞ്ഞ റിസ്ക് ഉള്ള ഒരു ബിസിനസ്സും ഒരുപക്ഷെ കാണുകയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതിനേക്കാളും റിസ്ക് കുറഞ്ഞ ഒരു ബിസിനസ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരാൾക്ക് ഒരു പൈസ നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ബിസിനസ്സും. പല ആൾക്കാരും ചെറിയ ചെറിയ എമൗണ്ട് ഇട്ട് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടെ എമൗണ്ട് ആഡ് ചെയ്ത് ചെയ്താൽ ഒന്നും സംഭവിക്കാനില്ല. പൈസ ഇല്ല എന്ന് വിചാരിക്കുക, അല്ല ഇനി ഒരു നിവൃത്തിയില്ല. ഒരാളെ സ്പോൺസർ ചെയ്തിട്ട് ആ എമൗണ്ട് കണ്ടെത്തും. കാരണം ഇവിടെ അതിനൊക്കെ സൊല്യൂഷനുണ്ട്. നമുക്ക് സാധിക്കില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം അടുത്ത ആളെ സ്പോൺസർ ചെയ്യുക. ഇതിനകത്ത് ഏതെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ മതി. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി ഒരു കുറച്ച് പൈസ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നമുക്ക് ആവറേജ് ചെയ്യാനുള്ള പൈസ ഉണ്ടാകുക എന്ന് മാത്രമേ ഉള്ളൂ. എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ഇടാം. ചെറിയ എമൗണ്ട് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആവറേജ് ചെയ്യണം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ $1 ആദ്യം ബൈ ചെയ്തു, താഴോട്ടിറങ്ങുമ്പോൾ $2 ബൈ ചെയ്തു. അത് ചെയ്യാനൊരു മോട്ടിവേഷൻ നമുക്ക് വേണമല്ലോ. നമുക്കത് നോക്കിയിരിക്കാനൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, ഒരു മിനിമം ഓളി ഉണ്ടെങ്കിലേ നമുക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നൊരു $500 കിട്ടുമെങ്കിലേ നമുക്ക് ഇരിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളൊരു തുക ഇടുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയത്, പല ആൾക്കാരും ഒരു എംപ്ലോയി ആയിട്ട് പോകുന്ന ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒരാളൊരു ഓഫീസിൽ ഒരു 10 മണിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ? എത്ര മണിക്ക് വീട്ടിൽ നിന്ന് റെഡിയായിട്ട് പോകണം? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ മാറ്റി വെച്ചിട്ടാണ് പോകുന്നത്. വീട്ടിൽ പേരൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവാം, പല കാര്യങ്ങൾ അസുഖമുള്ളവരുണ്ടാവാം, നമ്മുടെ അസുഖങ്ങളുണ്ടാവാം. ഇതെല്ലാം മാറ്റി വെച്ചിട്ടാണ് പോകുന്നത് ഓർക്കണം. വൈകുന്നേരം എത്ര മണിക്കാണ് തിരിച്ചു വരുന്നത്? എത്ര പൈസ കയ്യിൽ നിന്ന് ചിലവുണ്ട്? ഇനി അഥവാ അവിടെ ചെന്നാലും ജോലിക്ക് നല്ല പ്രഷറുണ്ട്. ഇത് കഴിഞ്ഞാലോ ജോലി പെർഫോമൻസ് മോശമാണ്, ജോലി പോവും. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരോട് ചോദിച്ചാലേ അറിയാവുള്ളൂ. കാരണം അവരുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഓർമ്മയുണ്ടാവില്ല അവിടുത്തെ ഒരു വർക്ക് പ്രഷർ കാരണം. ഇതൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. അതൊന്നും നമുക്ക് ടഫായെന്ന് തോന്നാറില്ല. അതേ സ്ഥാനത്ത് ഇത് നമ്മുടെ ഫ്രീഡം, നമുക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ പല ആൾക്കാരും അതിന് പ്രാധാന്യം കൊടുക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൽഫ് ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ട. ലൈഫ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യണം. നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരാളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർ മുഴുവൻ വേറൊരാളുടെ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുക. അതാണ് എംപ്ലോയി ആയി മാറുന്നതിൻ്റെ കാര്യം. അവർക്ക് ഡ്രീമുണ്ട്, അവർ സ്വന്തം പ്രഷറിൽ വർക്ക് ചെയ്യുന്നവരാണ് ഒരു എംപ്ലോയർ ആകുന്നത്. ഒരു എൻ്റർപ്രണർ ആകുന്ന ഒരാൾ വേറെ ആരും തരുന്ന ടാർഗറ്റിലല്ല, സ്വന്തം ടാർഗറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഒരു എൻ്റർപ്രണർ ആകുന്നത്. അല്ലാത്തവർ വേറൊരു എൻ്റർപ്രണർ സ്വന്തം ടാർഗറ്റ് വർക്ക് ചെയ്യുന്ന ഒരു എൻ്റർപ്രണറിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. അവിടെ പോയി നമ്മൾ വഴക്ക് കേട്ട് വർക്ക് ചെയ്യും. ഹൈ പ്രഷർ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ സ്വയമായിട്ട് അവരവരുടെ പ്രഷറിൽ അവരവർ ഗോൾ സെറ്റ് ചെയ്ത് അവരവരുടെ പ്രഷറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ എൻ്റർപ്രണർഷിപ്പ് പറ്റുള്ളൂ.